Hi everyone, welcome back to our class. In today's class, we are going to discuss chapter 21, Reading with Understanding. So let's begin. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം കേട്ടോ. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മളിതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, പീപ്പിൾ തിങ്ക് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ഓൺലി ടു ഏൺ ലൈവ്ലിഹുഡ്. അതായത് ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ സമ്പാദിക്കുക എന്ന് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. തെറ്റും ശരിയും മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട്. അതായത് പൈസ ഏൺ ചെയ്യുക എന്നുള്ളതിൽ മാത്രമല്ല എന്നാണ് പറയുന്നത്. മാൻ ഈസ് നോട്ട് എ മണി സ്പിന്നിങ് മെഷീൻ. മാൻ എന്ന് പറഞ്ഞാൽ എന്തല്ല, അതായത് ഒരു ആളെന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ പൈസ സമ്പാദിക്കാൻ മാത്രമായിട്ടുള്ള ഒരു മെഷീനല്ല. രണ്ടാമത്തെ സെക്ഷനിൽ പിന്നെ പറയപ്പെടുന്നത് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പൗരനെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പങ്കുണ്ട്. ശരിയും തെറ്റും മനസ്സിലാക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. വിജയത്തിലേക്കുള്ള പാതയിൽ പ്രകാശം പരത്തുന്ന ദീപശിഖയാണ് വിദ്യാഭ്യാസം. അതായത് ഒരു ലൈറ്റാണ് നമുക്ക് ലൈഫിലേക്കുള്ള ലൈറ്റ് ആണ് എന്ത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നതാണ്, മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത് അമിതമായ ഉത്കണ്ഠവും ജോലിഭാരവും മൂലമാണ്. അതായത് സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അമിതമായിട്ടുള്ള ജോലിഭാരവും അതുപോലെ ഉത്കണ്ഠയും, നമ്മൾ ഓരോ ചിന്തകളുടെ മൂലമാണ്. മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം എന്താണ്, ആധുനിക ലോകത്തിലെ ഉന്നത വിജയം ആഗ്രഹിക്കുന്നതിന് മൂലമാണ്. അതായത് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് നന്നായി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മൂലം നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ഇത് അത്യാഗ്രഹം, അസൂയ തുടങ്ങിയവ നമ്മളിൽ എന്തുണ്ടാക്കുന്നു, ബിൽഡ് ചെയ്യുന്നു, വളർത്തുന്നു. ശാന്തമായ മനസ്സിനാണ് മാനസിക പിരിമുറുക്കത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. അതായത് എപ്പോഴും എന്താണ്, നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്ട്രെസ്സുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സുകളൊക്കെ നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്. പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതും വഴിയും സംഗീതം ആസ്വദിക്കുന്നത് വഴിയും ശാന്തമായ പ്രദേശങ്ങളിലൂടെ നടക്കുന്നത് വഴിയും മാനസിക പിരിമുറുക്കം എളുപ്പത്തിലും ലളിതമായും പരിഹരിക്കാൻ കഴിയും. അതായത് നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും വർക്കുകളിൽ, നമ്മൾ ബിസി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാം, ഏർപ്പെട്ട് പോവുക. അതുപോലെ ശാന്തമായ പ്രദേശങ്ങളിലൂടെ നടക്കുന്ന, അതായത് നമ്മൾ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ നടന്നു പോവുക. അതുപോലെ മ്യൂസിക്കൊക്കെ നന്നായി ആസ്വദിക്കുക. ഇതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളുടെ മാനസിക പിരിമുറുക്കം, അതായത് സ്ട്രെസ് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ മറ്റൊന്ന് പറയുന്നത്. ദെൻ അനദർ വേ ടു കൺട്രോൾ സ്ട്രെസ്, എ ചേഞ്ച് ഓഫ് വർക്ക് then hobbies play an important role shaping the personality of a person. അതായത് നമ്മളുടെ ഒരുപാട് നമുക്ക് നല്ല നല്ല ഹോബീസൊക്കെ ഉണ്ടാകും. ആ ഹോബികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മളുടെ സ്ട്രെസ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഇതിൽ എന്താണ്, വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടും അതുപോലെ സ്ട്രെസ്സിനെ കുറിച്ചിട്ടും മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഐ ഹോപ്പ് യു ഹാഡ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫ്രം ടുഡേസ് ക്ലാസ്. താങ്ക് യു. അണ്ടിൽ നെക്സ്റ്റ് ടൈം.